മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് സ്റ്റിച്ചിങ് ക്ലാസ് 4ാമത്തെ, അതിൽ പാർട്ട് 3 ആയ സ്റ്റിച്ചിങ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് മുൻപുള്ള വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം ഒരു ബ്ലോഗും കൂടി ഉണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ വെട്ടിയിരിക്കുന്ന തുണിയുടെ ഇത് നല്ല വശവും തമ്മിൽ കൂട്ടിങ്ങനെ വെച്ച് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് താഴെ വരെ വന്ന് ഇവിടെ ഞാൻ ഒരു ഏകദേശം 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഞാൻ സ്റ്റിച്ച് നിർത്താണ്. എന്നിട്ട് മൊത്തം ഈ തുണിനെ മറിച്ച് പുറത്തേക്ക് എടുക്കണം. നല്ല ഭാഗം ഞാൻ പുറത്തേക്ക് എടുക്കാണ്. നമുക്ക് ആദ്യം അത് ചെയ്യാം. അങ്ങനെ നമ്മൾ മൊത്തം പുറത്തേക്ക് ഇങ്ങനെ എടുത്തു. നല്ല രീതിയിൽ അയൺ ചെയ്യുകയാണ്, നല്ല ഭംഗി ഉണ്ടാവും, നമുക്ക് കിട്ടും. ഇതേപോലെ നമുക്ക് മറ്റേ സൈഡും കൂടിയും ചെയ്യാം. ഞാൻ രണ്ടും നല്ല വശത്ത് ഞാൻ ലൈനിങ് തുണി വെക്കുകയാണ്. ലൈനിങ് തുണി വെക്കുകയെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത ഭാഗം ഫ്രണ്ടിലേക്ക് വരണം. എന്നാലാണ് നമുക്ക് നെക്ക് അടിച്ച് മറിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒപ്പത്തിനൊപ്പം ഞാൻ വെച്ചു. ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ച് ഞാൻ പിന്നെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് 2 സൈഡ് ആംഹോൾ ഒരു 4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ ഗ്യാപ്പിൽ ഇങ്ങനെ 2 ആംഹോളിൻ്റെ അവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കണം. മനസ്സിലായെന്ന് വിചാരിക്കും. ഇല്ല കിട്ടും. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ തുണി ഇങ്ങനെ പതുക്കി ഇങ്ങനെ നീക്കി കൊടുക്കാം. നമുക്കതിന് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ശരിയായില്ലെങ്കിൽ ഇങ്ങനെ പതുക്കെ പൊന്തിക്കുക, ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കുക, താഴ്ത്താം, ഇങ്ങനെ പതുക്കെ അടിക്കാം. അടിച്ച് വീണ്ടും ചെരിവ് വരുമ്പോൾ വീണ്ടും പൊന്തിച്ചിട്ട് താഴ്ത്താം, വീണ്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഇതുപോലെ തന്നെ കയറി എപ്പോഴും ശരിയായാലാണ് നമ്മുടെ കഴുത്തിന് ഭംഗി കിട്ടുള്ളൂ. നമുക്ക് തുടക്കക്കാരാകുമ്പോൾ എല്ലാവരും യൂട്യൂബിൽ അതിലൊക്കെ സ്പീഡിൽ തയ്ക്കണ കണ്ടിട്ട് നമുക്കത് തയ്ക്കാൻ പറ്റണല്ലോ എന്ന് വിചാരിക്കേണ്ട. എപ്പോഴും തുടക്കക്കാരെപ്പോഴും പതുക്കെ തന്നെ തയ്ച്ചു കൊടുക്കാം. സാവകാശം നമുക്കത് തയ്ച്ച് എക്സ്പീരിയൻസ് ആവുമ്പോൾ ശരിയാവും. പിന്നീട് നമുക്കിനി ആംഹോള് സ്റ്റിച്ച് ചെയ്യണം. ക്കാർക്ക് വേണ്ടിയായിട്ട് ഞാൻ പറയുന്നത് ആ ഒരു ഇത് കൂടെ ആ ഒരു മാർക്ക് ചെയ്തേക്കണ ഭാഗത്തൂടി വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാനായിട്ട്. അതുപോലെ നമുക്ക് അടുത്തത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഈ നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ അരിയത്തിൽ കൂടെ ഒരു 4 ഇഞ്ചോ അതിൽ കുറവോ ആയിട്ട് ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇതിങ്ങനെ ചെറുതായിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്യാം. ആം ഹോളിൻ്റെ അവിടെ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ പിടിക്കുക. നമ്മുടെ വിരലടുത്ത് ഷോൾഡറിനെ പിടിച്ചിട്ട് ഇതിങ്ങനെ മറയ്ക്കും. അപ്പോൾ ഷോൾഡർ ഇപ്പുറത്തേക്ക് കറക്റ്റായിട്ട് പോകും. കണ്ടാ, നമുക്ക് എളുപ്പത്തിൽ നമുക്ക് മറിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഷോൾഡർ ഇങ്ങനെ പിടിക്കുക. ഇതിങ്ങനെ എളുപ്പത്തിൽ ഇങ്ങോട്ട് പോകുന്നില്ലേ. ആംഹോളൊക്കെ നമ്മൾ മറിച്ചെടുത്തു.
ഇനി ഇതിൻ്റെ മേലെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. ഇത് ചേർന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടും കൊടുക്കാം. 2 രീതിയിലും നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ തുണി ഇങ്ങനെ ലൈനിങ് തുണി ഇങ്ങനെ മറിച്ചെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാം. ഞാനിപ്പോൾ നെക്കിനോട് ചേർന്നാണ് ഞാനിപ്പോൾ ആദ്യം സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ലൈനിങ് തുണി സൈഡിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കൈ പിടിച്ച് ലൈനിങ് തുണി നമ്മൾ ബാക്കിലേക്ക് നമ്മളിങ്ങനെ വലിക്കണം. ഭംഗിയിൽ നമുക്ക് നെക്ക് കിട്ടിയുന്നുണ്ടോ? ഒരു ചുളിവോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഏതെങ്കിലും ചെറിയൊരു ചുളിവ് ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ അയൺ ചെയ്യുമ്പോൾ അത് പോയിക്കോളും. നെക്ക് കിട്ടി. ഇനി നമുക്ക് ആം ഹോൾ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇത് നമുക്ക് ചെയ്യാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനുണ്ട്. ഇത് അടുത്ത തുണിയാണ്. നമ്മൾ ഇതിൻ്റെ നെക്കും ആം ഹോളും മറിച്ചടിച്ചിട്ടില്ല. ഇത് നല്ല വശമാണ്. മറിച്ചടിക്കുമ്പോൾ ഈ നല്ല വശം പുറത്തേക്ക് വരും. ഇതിന് മറിഞ്ഞു ആയിട്ട് കണ്ടല്ലോ. അതിന് പകരം ഞാൻ ഷോൾഡർ കൂട്ടി വെച്ചിരിക്കണം. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഇത് മറിച്ചടിക്കണില്ല. അതിന് മുൻപ് ഞാൻ ഈ തുണി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല വശമാണ്. ഇങ്ങനെ മറിച്ചടിക്കുമ്പോൾ പുറത്തേക്ക് വരുമല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കണേ. എന്നിട്ട് ഞാൻ അടുത്ത പീസ് എടുത്തു. നമ്മൾ ഓൾറെഡി നെക്ക് ഫിനിഷ് ചെയ്ത പീസ് എടുത്തിട്ട് നല്ല വശവും ഈ 2 നല്ല വശങ്ങൾ തമ്മിൽ നേരെ വരണം. നേരെ വരത്തക്ക രീതിയിൽ വെച്ച് ഈ ലൈനിങ് തുണി, ഈ സ്റ്റിച്ച് ചെയ്ത തുണിയുടെ ഷോൾഡർ ഭാഗം ഈ ടേബിൾ ഇട്ടേണ്ട തുണിയുടെ ഉള്ളിലേക്കൂടെ ഞാൻ ഇങ്ങോട്ട് കയറ്റാണ്. കയറ്റിയ മുകളിലേക്ക് എടുത്തു. കണ്ട, അതായത് ഇത് നമ്മളുടെ കയ്യിലുണ്ടായ നെക്ക് ഫിനിഷായ തുണിയാണ്. അതിൻ്റെ ഷോൾഡറിൻ്റെ നല്ല വശവും ടേബിൾ ഇട്ട തുണിയുടെ നല്ല വശവുമാണ് ഇവിടെ കാണുന്നത്. കാരണം നമ്മൾ മറിച്ചടിച്ച് ചെയ്യുമ്പോൾ ഇത് ബാക്കിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒപ്പത്തിനൊപ്പം വെക്കുക. മനസ്സിലാവാൻ വേണ്ടി ഞാൻ കാണിക്കുകയാണത്. ഇങ്ങനെ ഷോൾഡർ രണ്ടും ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു പിൻ ചെയ്യാണ് കേട്ടോ. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ അടുത്തതും ഇതുപോലെ തന്നെ ഫിനിഷായ നെക്കിൻ്റെ നല്ല വശവും ടേബിളും എടുക്കുന്ന തുണിയുടെ നല്ല വശമാണ് ഈ കാണുന്നത്. ഈ ലൈനിങ് തുണി പൊന്തിച്ച് വെച്ചിട്ട് ഈ ഷോൾഡർ ഇപ്പുറത്തെ ഷോൾഡറിൻ്റെ ഉള്ളിൽക്കൂടെ ഞാൻ ഫിനിഷായ നെക്കിൻ്റെ തുണി എടുത്തു. എന്താ ഷോൾഡറിന് തമ്മിൽ ഫിനിഷിംഗ് നെക്കിൻ്റെ നല്ല വശവും ഇത് ടേബിൾ ഇട്ട തുണിയുടെ നല്ല വശവുമാണ് ഈ കാണുന്നത്. ഇത് 2 തമ്മിൽ ഒപ്പത്തിനൊപ്പം വരണം. വീണ്ടും പറഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. ഇതും ഈ പറഞ്ഞ പോലെ ഞാൻ പിൻ ചെയ്യാണ് മനസ്സിലാവാൻ വേണ്ടി. എപ്പോഴും സ്റ്റിച്ച് ചെയ്യണേക്കാളും മുൻപ് നമുക്ക് ഇത് നമ്മൾ വെച്ചേക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പൊ വരണത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം 2 നല്ല തുണികളും പിന്നെ 2 ലൈനിങ്ങും ആണ് ഇപ്പൊ വന്നേക്കണം. 2 നല്ല തുണി 2 ലൈനിങ് ആണ് ഇപ്പൊ വന്നേക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ലൈനിങ് തുണി ഇങ്ങനെ മുകളിലേക്ക് എടുക്കാം. ഇങ്ങനെ എടുത്ത് അപ്പുറത്തേക്ക് ഇങ്ങനെ വലിക്കുക. വലിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ഈ നെക്ക് ഇങ്ങനെ വരും. കണ്ടില്ലേ? കാരണം ഓൾറെഡി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. നമ്മൾ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണില്ല. അതുപോലെ തന്നെ ഇപ്പുറത്തെ നെക്കും ഞാൻ സൂചി കുത്തിയതുകൊണ്ട് ഇടയിൽ പതുക്കെ എടുക്കണം, അല്ലെങ്കിൽ സൂചി വിട്ടുപോരും. ഇതും ഇങ്ങനെ ചെയ്യും. കണ്ട, 2 ഒപ്പത്തിനൊപ്പം ഇവിടെ ഒരു സ്റ്റിച്ച് വരും, ഇവിടെ സ്റ്റിച്ച് വരും. അപ്പൊ നമ്മളുടെ ഷോൾഡറിന്റെ അവിടുത്തെ തയ്യൽ കാണില്ല.
അപ്പൊ ഇപ്പുറത്തെ ലൈൻ ഇപ്പൊ ഇങ്ങനെ വന്നേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 ലൈനിങ് തുണി ഉണ്ടായത് അപ്പുറത്തേക്ക് മറിഞ്ഞു പോയിട്ട് ഇവിടെ ഒരു ലൈനിങ് തുണി നല്ല തുണി വന്നു, വീണ്ടും ഒരു നല്ല തുണി ലൈനിങ് വന്നു. കണ്ടാ, ഇതിനിങ്ങനെ മറിച്ചിട്ടേക്ക് കറക്റ്റ് ആയില്ലേ? നമുക്ക് ഫ്രണ്ട് കിട്ടി, അതുപോലെ തന്നെ ബാക്ക് വശം കിട്ടി, ലൈനിങ് തുണി കിട്ടിയിട്ടുണ്ട. ഇവിടെ നമ്മുടെ ഷോൾഡർ നമ്മൾ കാണുന്നില്ല. അപ്പൊ നമ്മൾ വെച്ചേക്കുന്ന രീതി കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാട്ടിത്തരാം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ നമ്മൾ അപ്പുറത്തേക്ക് മറിച്ച ലൈനിങ്ങിനെ ബാക്കിലേക്ക് ഇങ്ങോട്ട് എടുക്കുക. എടുത്തിട്ട് സൂചി ഇവിടത്തേക്ക് എടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാട്ടിയത്. മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇനി 2 ഷോൾഡറുകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ചെയ്തോളൂ. എന്നാലാണ് ഇനിയിപ്പോൾ ഞാൻ എടുക്കണേൽ ചേഞ്ചസ് വരുത്തണമെന്ന് അറിയാൻ വേണ്ടിയാണ്. ഞാൻ ഈ സൂചി എടുത്ത് മാറ്റി, സൂചി മാറ്റി. അപ്പം വീണ്ടും പറയാണ്, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഒന്ന് മെസ്സേജ് ചെയ്തോളൂ. കാരണം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണില്ലെങ്കിൽ ഞാൻ പിന്നെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്താനുണ്ടെങ്കിൽ അതുകൂടി പറയാം. അതുപോലെ ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ 2ന്റെയും സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഒപ്പത്തിനൊപ്പം വെക്കുക, കീറ്റി വെക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പിന്നെടുത്ത് ഇറക്കി ഇങ്ങനെ കുത്താം. കറക്റ്റായിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ ഇറക്കി കുത്തി വെക്കുക. ഞാനിപ്പോൾ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇടാണ്. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ലോക്ക് ഇടണം. അതുപോലെ തന്നെ ഷോൾഡർ ആയതുകൊണ്ട് ഡബിൾ സ്റ്റിച്ചും കൊടുക്കണം. നമ്മളിപ്പോൾ ഷോൾഡർ 2ഉം സ്റ്റിച്ച് ചെയ്തു. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാ നേരത്തെ കാട്ടിയിരുന്ന പോലെ തന്നെ ഇത് 2 ലൈനിങ് തുണി, ഇത് 2 നല്ല തുണിയാണ് വന്നേക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് വന്നേക്കുന്നത്. എന്ത് ചെയ്യണം? ഏറ്റവും മുകളിലുള്ള ലൈനിങ് തുണിയിൽ ഒരെണ്ണെടുക്കുക. ഒരെണ്ണെടുത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ ഇട്ടു. കണ്ടില്ലേ? മറിച്ചിടുതേ. മേലെയുള്ള ആദ്യത്തെ ലൈനിങ് തുണിയെ എടുത്ത് ഞാൻ മറിച്ചിട്ടു. എന്നിട്ട് ഈ ഷോൾഡറിനെ ഇപ്പുറത്തേക്ക് ആക്കി. കണ്ടാ? ഷോൾഡറുകൾ കണ്ട ഷോൾഡറുകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്തേക്കണം. കണ്ട? നമ്മൾ തയ്യൽ തുമ്പ് ഒന്നും പുറത്ത് കാണില്ല. അതുപോലെ തന്നെ ഇപ്പുറത്തെയും രണ്ടിലും കൂട്ടി വലിക്കാം. വലിച്ചുമ്പോണ്ട വന്നേക്കണ. കണ്ട? ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി നമ്മൾ യോജിപ്പിച്ചേക്കാം. നമ്മുടെ നല്ല വശവും ഇത് നമ്മുടെ നല്ല വശം, ഇത് നമ്മുടെ ബാക്ക് സൈഡ്. ഷോൾഡറിന് സ്റ്റിച്ചിങ് ഒന്നും ഇല്ല. ഇതൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ ഉള്ളിലേക്ക് പോയി. മനസ്സിലായി വിചാരിക്കണേ. ഇനി നമുക്ക് നെക്കും ആം ഹോളും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓൾറെഡി നമ്മളൊരു നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ ലൈനിങ് തുണി പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് ഈ ഒപ്പത്തിനൊപ്പം വെച്ച് ജസ്റ്റ് ഒന്ന് നെക്കൊണ്ട് ഇങ്ങനെ കാട്ടി കൊടുക്കാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അവിടെ നിന്ന് എത്തിയേക്കണ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ലൈനിങ് തുണി എങ്ങാനും കയറി വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊന്തിച്ച് ലൈനിങ് തുണിയെ ബാക്കിലേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് കൊടുക്കുക. എപ്പോഴും നമ്മൾ നെക്കിന്റെ പോർഷൻ എപ്പോഴും പക്കയായിരിക്കണം. കഴിഞ്ഞു. ഷോൾഡറും കഴിഞ്ഞു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ഇഞ്ച് ഗ്യാപ്പിലേക്ക് ഒന്നുകൂടി
സ്റ്റിച്ച് കൊടുക്കാം. ആം ഹോളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ടാവും. ഒന്നുകൂടി അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഭംഗിയാവും. ഇപ്പം നേരി ചുളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അയൺ ചെയ്യുമ്പോൾ അത് പോകും. 7 ഇഞ്ച് വീതിയുള്ള തുണി, നീളമുള്ള തുണി എടുത്തേക്കാണ്. വീതി 2.5 ഉണ്ട്. ആദ്യം തന്നെ ഈ തുണിയുടെ 2 സൈഡും മടക്കിയടിക്കാം. കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ തല കയറുന്നില്ല. അതാണ് ഇതില് നമ്മുടെ പ്രശ്നം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിന്റെ സെന്റർ കണ്ടുപിടിക്കുക. ഇന്നലെ 2 ഒപ്പത്തിനൊപ്പം വെക്കുക. നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ അല്ലാട്ട് ശരിക്കും ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഞാനും ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ നമുക്ക് നെക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് കാട്ടിത്തരുന്നത്. ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗില്ലേ അത് പുറത്ത് കാണത്തക്ക രീതിയിൽ ഇങ്ങനെ ചെയ്യുക. കാരണം മറിച്ചടിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ അടയാളപ്പെടുത്തുക. ആ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെയും കൂടി അടയാളപ്പെടുത്തുക. കാരണം സെൻറ്ററിൻ്റെ 2 സൈഡിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ സെൻറ്ററിൻ്റെ അപ്പുറം ഇപ്പുറം ഓരോ വര വരച്ചിട്ടുണ്ടല്ലോ, ഒരു പോയിന്റ് 2 പോയിന്റ് നീക്കിട്ട് അതിമുക്കോടെ ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്. ഇതിൻ്റെ സെൻറ്റർ കൂടെ കട്ട് ചെയ്യുക. ഇങ്ങനെ മടക്കി ഇങ്ങനെ എടുക്കാം. കണ്ട, മടക്കി എടുക്കുമ്പോൾ ഈ മൂൾവശം ഇതേപോലെ ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് ഇതിനെ മടക്കി ഉള്ളിലേക്ക് ഇങ്ങനെ എടുക്കാം. കണ്ട, ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് പതിച്ചെടുക്കുക. ഇത്രേ ഉള്ളൂ. നമുക്ക് അടയാളപ്പെടുത്തണം. നല്ല തുണിയും ഒപ്പത്തിനൊപ്പം വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ആംഹോളിൻ്റെ അവിടെ ഒരു പിൻ കുത്താം. ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് വേണ്ട ചെയ്യാനായിട്ട്, സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം ഒരുമിച്ച് ആക്കിയിട്ട് സ്റ്റിച്ച് ഇങ്ങനെ പിൻ ചെയ്യാം. നമുക്ക് 1.5 ഇഞ്ചാണ് നമ്മളിവിടെ എടുക്കണേ. അവിടുന്ന് താഴോട്ട് പോകും തോറും 1 ഇഞ്ച്, 1/2 ഇഞ്ച്, 1/4 ഇഞ്ച് എന്ന രീതിയിലേക്ക് വരും. 1/4 ഇഞ്ച് വരണമെന്നില്ല, 1/2 ഇഞ്ച് എങ്കിലും ഗ്യാപ്പിട്ട രീതിയിലേക്കാണ് നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ വരെ. നമ്മൾ പെറ്റിക്കോട്ട് നമ്മൾ ചെയ്തല്ലോ അതുപോലെ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് വള്ളി റെഡി ആക്കിയിട്ടുണ്ടല്ലോ. ഈ 2 വള്ളി നമുക്ക് വെക്കേണ്ടത്. വള്ളി വെക്കുന്നത് വേസ്റ്റ് ഞാനിപ്പോൾ 8.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ട് കുട്ടിയുടെ വേസ്റ്റ് വരുന്നത്. നമുക്ക് വേസ്റ്റ് എവിടെയാണ് വരുന്നതെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ കൈയുണ്ടല്ലോ, കൈയുടെ ഈ മടക്ക് വരുന്നില്ലേ, ഈ മടക്ക് വരുന്നത് എവിടെയാണോ ആ ഒരു അളവ് നമുക്ക് വേസ്റ്റിൻ്റെ അളവ് എന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ എടുത്തതാണ് കുട്ടിക്ക് 8.5 വരുന്നത്. അപ്പം ഞാൻ 8.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടാ, അങ്ങനെ 2 ഭാഗത്തും ഞാൻ 8.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8.5 ഭാഗമാണല്ലോ വരണേ. 8.5 വരുന്നത് ഈ ഭാഗത്താണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഉള്ളിൽ ഇങ്ങനെ വെക്കുകയാണ്. ഇങ്ങനെ ഞാൻ ഉള്ളിലേക്കായിട്ട് വെക്കണം, പുറത്തേക്കല്ല ഇടണം, ഉള്ളിലേക്ക് ഇങ്ങനെ ഞാൻ വെച്ചിട്ട് മനസ്സിലായോ ഞാൻ വെച്ചത്? നല്ല തുണി, 2 നല്ല തുണികളുടെയും സെൻറ്ററിൽ ഈ 8.5 എവിടെ വരുന്ന അവിടെയാണ് ഞാൻ ഈ വള്ളി കെട്ടാനുള്ള ബോയ്ക്കുള്ള ഇത് ഞാനിവിടെ വെക്കുന്നത്.
ഇവിടെ നിന്ന് കറക്റ്റ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എവിടെ വരണം അവിടെ അടയാളപ്പെടുത്താം. അതുപോലെ ഇവിടെയും കറക്റ്റ് 1.5 ഇഞ്ച് എവിടെ വരണം നോക്കിയിട്ട് അവിടെ അടയാളപ്പെടുത്താം. ഇവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇങ്ങനെ അടിച്ചു വരാണ്. അടിച്ചു വരും തോറും 1.5 എന്നുള്ളത് 1 ആവും, 1.5 1.25, 1.25, അര എന്ന രീതിയിൽ ഇങ്ങനെ അടിച്ചു വരാണ് കേട്ടാ. പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, ഇവിടത്തോളം വരുന്നില്ല, അങ്ങനെ ചെരിച്ചടിച്ചു വരാം. ഇപ്പൊ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം നമ്മൾ ഈ 2 സൈഡും ഒരിത്തിരി ചെരിച്ച് വെട്ടും. ചെരിച്ച് വെട്ടണം. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് മടക്കാം. മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ ഒപ്പത്തിനൊക്കെ മടക്കി ഒരടി അടിക്കാം, സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇനി ഇങ്ങനെ അടിവശം നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ, എന്നിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരികത്തോടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ചുരിദാറിനൊക്കെ കണ്ടിട്ടില്ലേ, താഴത്തെ ഈ ഇവിടെ 2 സ്റ്റിച്ച് ഇതുപോലെ ഇതിൻ്റെ അടിക്കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ലത്. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കൊടുക്കുകയാണെങ്കിൽ നല്ലത്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു അയൺ ചെയ്യുമ്പോൾ അത് മാറിക്കോളും കേട്ടോ. നമുക്ക് ഹുക്ക് ഫിറ്റ് ചെയ്യാം. ഇതാണ് ഹുക്ക്. എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂലിനെ ആദ്യം 2 ലെയറായിട്ട് എടുക്കാം. നമ്മൾ സാധാരണ നൂല് കുറക്കണ പോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നൂലെടുക്കാം. ആദ്യം 2 എടുക്കാം. ആ 2 ഏഴായിട്ട് എടുത്ത നൂലിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിക്കൂടെ അവിടെ കോർക്കാം. കോർത്ത് കഴിയുന്ന 2 എന്നുള്ളത് 4 എഴുതിയിട്ടുണ്ട. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചൂന്നിങ്ങനെ വാട്ടുമ്പോൾ കെട്ട് വരും. കണ്ടോ? കണ്ടു ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ നൂല് പിടിക്കുക, ഇങ്ങനെ നൂല് പിടിച്ച് ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇടാം. ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് അടിയിൽ മുകളിലേക്ക് ഇങ്ങനെ കുത്തിയെടുക്കാം. വീണ്ടും അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുത്ത് ഒരു കെട്ടിടാം.
ആ ഭാഗത്ത് തന്നെ 2 3 പ്രാവശ്യം അടിയിൽ നിന്ന് മുകളിലേക്ക് എടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ആദ്യം ഇതിൻ്റെ എവിടെ വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ അടിക്കോടി ഇങ്ങനെ കുത്തിയെടുക്കുക. എടുത്തില്ലേ? എന്നിട്ട് ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും ഇവിടെ തന്നെ നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇതേപോലെ അടിയിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുക. വീണ്ടും ഈ നൂലിനെ ഇങ്ങനെ കാട്ടി നോട്ടിട്ടു. എന്നിട്ട് ഇതെവിടെ വരണം നോക്കാം. ഏത് ഭാഗത്താണ് വരണ്ടേന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അടിയിന്ന് കുത്തിയെടുക്കുക, മേലോട്ട് എടുക്കുക. അങ്ങനെ 2-3 തവണ ചെയ്യാം. ഞാൻ 2-3 പ്രാവശ്യം കുത്തിയെടുത്തിട്ടുണ്ട്. ഈ സൂചിയുടെ ബാക്ക് സൈഡ് കൊണ്ട് ഇങ്ങനെ കാട്ടാം. കാട്ടിയിട്ട് ഈ വരുന്ന ലൂപ്പ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചെയ്യാം. അതാ താഴെന്ന് സൂചിയുടെ ബാക്ക് സൈഡ് കൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. അപ്പോൾ ഒരു ലൂപ്പ് പോലെ വരും. ഇതിലേക്കോടെ ഇങ്ങനെ കടത്തി നേരത്തെ കെട്ടിയിട്ടുണ്ട് തൊട്ടിപ്പുറത്ത് കെട്ടിടാം. വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം.